കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഏതാണ്ടെല്ലാം പാലിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് എടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. പാർലമെൻറ്റിൻ്റെ 2 സഭകളും പാസാക്കി. അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളിത് സംസാരിക്കുമ്പോൾ ഇന്ന് ആ നിയമം പ്രാബല്യത്തിൽ വരും എന്നുള്ള വാർത്ത പരക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നൊക്കെയാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. പക്ഷേ ദേശീയ വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നുള്ള വാഗ്ദാനം പാലിക്കപ്പെടാൻ പോവുകയാണോ? ഈ സർക്കാർ, പ്രത്യേകിച്ച് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ വാക്കും കൂടി പാലിച്ചിട്ടേ ഇറങ്ങൂ. അത് ഒരു 3 ദിവസം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരിക എന്ന് തോന്നുന്നു. അപ്പോൾ അവസാനത്തെ ആ വാക്ക് പാലിച്ചുകൊണ്ട് ഇതും കൂടി പറയാൻ കഴിയും. അത് മുമ്പും തെരഞ്ഞെടുപ്പ് പത്രികകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. രാജ്യസഭയിൽ 4 സീറ്റിന്റെ കുറവേ ഇനി 4 സീറ്റിന്റെ കുറവേ ഉള്ളൂ. ഈ KC വേണുഗോപാൽ ഇനി രാജ്യസഭയിലേക്ക് പോവില്ലല്ലോ. അല്ല, 4 സീറ്റിന്റെ കുറവുമില്ല. കാരണം ബിജു ജനതാദൾ NDA ഘടകകക്ഷിയായി, അതുകൂടെ വരുമ്പോൾ രാജ്യസഭയിൽ ഭൂരിപക്ഷമായി. അതെ, TDP വന്നു കഴിഞ്ഞു. അതെ, കാരണം അവരുടെ സഹായത്തോടു കൂടിയാണ് രാജ്യസഭയിലും സമ്പൂർണ്ണ ഭൂരിപക്ഷം നരേന്ദ്രമോദി സർക്കാരിനായി ഇപ്പോൾ ആയി. കാരണം അവരുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2019 ഇത് ബില്ല് പാസ്സാക്കുന്നത്. ഞാൻ നോക്കി നിന്നത് ഈ KC വേണുഗോപാൽ പോകുമ്പോൾ പിന്നെ 3 സീറ്റ് മതി. അത് ജൂലൈയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ BJPക്ക് സീറ്റ് കിട്ടും. പിന്നെ ഭൂരിപക്ഷമായി 2 സഭകളിലും. പിന്നെ വരാനുള്ള മറ്റ് നിയമങ്ങളുമൊക്കെ പാസ്സാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത് തന്നെ നമ്മൾ കുറേ കാലമായിട്ട് പാകിസ്ഥാനിൽ എനിക്കൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം പൗരത്വ ഭേദഗതി ബില്ല് നരേന്ദ്രമോദിയുടെ മാനിഫെസ്റ്റോയിലുള്ള വാഗ്ദാനമാണ്. നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട്. 2 സഭകളും പാസ്സാക്കി. നടപ്പാക്കാനുള്ള അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ കണ്ടതാണ് രാജ്യത്തെമ്പാടും ഷഹീൻബാദിൽ ഉൾപ്പെടെ വലിയ സമരങ്ങൾ മുസ്ലിങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവരെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ നാട്ടിൽ നടന്നു. കേരളത്തിൽ പോലും ശ്രീമതിയെ പോലെയുള്ള ആളുകൾ, രാഷ്ട്രീയക്കാരൊക്കെ മുസ്ലിം അമ്മമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഈ നിയമം വന്നാൽ മോദി നിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുമെന്ന് നിർലജ്ജം പ്രസംഗിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വല്ലാത്ത ഭീതി മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാക്കി എടുത്ത ഒരു സംഭവമാണ് പൗരത്വ ഭേദഗതി ബില്ല്. CABയും അതിപ്പോൾ നിയമമായി CAA ആയി. അപ്പോൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് മുമ്പ് നടപ്പാക്കുമ്പോൾ വീണ്ടും ഇതേ ആളുകൾ കുത്തിത്തിരിപ്പ് സമരവുമായി തെരുവിൽ കലാപവും സംഘർഷങ്ങളും ഉണ്ടാവില്ലേ? അത് അവരൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ തീർച്ചയായിട്ടും തയ്യാറാവും. പക്ഷെ അത് വേവുന്ന 2 സ്ഥലങ്ങളോ മറ്റോ ഇന്ത്യയിലുള്ളൂ, ബംഗാളും കേരളവും. അല്ലാത്തടത്ത് ഇത് ആസാമിൽ കുറച്ച് പ്രശ്നമുണ്ട്. ആസാമിൽ കുറച്ച് പ്രശ്നം വലിയ പുലിക്കുട്ടിയാണ് മുഖ്യമന്ത്രി, ഹെമന്ത ബിശ്വ ശർമ്മ. അതൊക്കെ വേണ്ട പോലെ നേരിട്ടോളും. അവിടെ ഉണ്ടായിരുന്നൊരു ഭീതി അക്കാലത്ത് ഇതിപ്പോൾ നിയമം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് 2014 ഡിസംബർ 31 വരെ കുടിയേറിയ 30,000 പേർക്ക് എന്നാണ് കണക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. അവർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് അവിടുത്തെ മതവിചാരണ അല്ലേ? അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിലുള്ള ഒരാളുടെയും പൗരത്വം കളയാനുള്ളതല്ല, പുതുതായി പൗരത്വം കൊടുക്കാനുള്ളതാണ്. അവർ ഓൾറെഡി ഇവിടെ അതിനകത്തൊരു കെണിയുണ്ട്. 2014 ശേഷം ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളായിട്ടോ ഇവിടെ അനധികൃതമായി ഒളിവിൽ കഴിയുന്ന, വ്യാജരേഖ ഉണ്ടാക്കി കഴിയുന്ന ആളുകൾക്ക് പ്രശ്നവുമാണ്. വോട്ടർ പട്ടികയിലൊക്കെ അങ്ങനെ ആളുകളെ ചേർത്ത് കാണുമല്ലോ. ഉറപ്പായിട്ടും കേരളത്തിലും അവരെ ചേർക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആശാന്മാർ പറയുന്നുണ്ടല്ലോ, ഇവർക്ക് വേണ്ടിയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് റേഷൻ കാർഡ്, വോട്ടർ പട്ടിക, ആധാർ കാർഡൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വോട്ടർമാരാക്കും, അവരെ പട്ടികയിൽ ചേർക്കും. ഈ വോട്ടർ പട്ടികയിൽ പലരും ചേർക്കുന്നത് പലയിടത്തും ചേർത്തിട്ടുണ്ടാവാം. മുമ്പ് 2 പേരെ 3 പേരെയൊക്കെ ചേർക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ മറ്റേ ഷമാ മുഹമ്മദ് 2 പേരുണ്ട് എന്ന് MP ജയരാജൻ പറഞ്ഞാക്കോ. തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പെരുമ്പാവൂർ, എറണാകുളം ജില്ല, നമ്മളിരിക്കുന്ന എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ
ഒരു ഞായറാഴ്ച എന്ന നോർത്ത് ഇന്ത്യൻ നഗരത്തിൽ ചെല്ലുന്ന പോലെയാണ്. മുഴുവൻ എല്ലാ തെരുവുകളിലും ഞായറാഴ്ച പെരുമ്പാവൂർക്കാർ പുറത്തിറങ്ങില്ല. അവിടെ മുഴുവൻ എല്ലാ തെരുവുകളും ഇവർ കൈയടക്കിയിരിക്കുക. അവരെയൊക്കെ സംഘടിപ്പിച്ചൊരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് CPM, അന്യസംസ്ഥാന തൊഴിലാളികളുടെ യൂണിയൻ. അവർക്ക് പതിയെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID കൊടുക്കാൻ പോവാണ്. പക്ഷേ ഇവർക്കിതൊന്നും ഇല്ലാതെ ഇവർ അവരുടെ നാട്ടിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തി? അവർക്കിതുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇല്ല എന്ന് പരിശോധിക്കാതെ ഇവരെ ആധാർ കാർഡ് കൊടുക്കാനും ആധാർ കാർഡ് ഉടനെ കൊടുക്കാൻ പറ്റില്ല. ആധാർ കാർഡ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് റേഷൻ കാർഡ് കൊടുക്കും. റേഷൻ കാർഡ് രേഖയാക്കിക്കൊണ്ട് ആധാർ എടുക്കും. ആധാർ രേഖയാക്കിക്കൊണ്ട് ഇലക്ഷൻ ID മേടിക്കും. അപ്പോൾ ഈ നിയമവിരുദ്ധമായി ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളാണ് ഇവിടെ കഴിയുന്നതെങ്കിലും അവർക്കൊരു റേഷൻ കാർഡ് കൊടുത്ത് ലീഗലൈസ് ചെയ്യാനാണ് പിണറായി നോക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി പറയുന്നത് സത്യത്തിൽ ഇങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിലും ആധാർ കാർഡും വ്യാജമായിട്ടൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടില്ലേ നങ്ങിയാർ കുളങ്ങര കോളേജ്. അതെ അതെ. അപ്പോൾ എന്ത് ഇതാണല്ലോ CPM ഇത് വളരെ വിദഗ്ധമായി ചെയ്തിട്ടുണ്ട്. ബംഗാളിൽ അങ്ങനെ ഭരണം പിടിച്ചത്. ആ ബംഗ്ലാദേശികൾ മുഴുവൻ മമതയോടെ പോയപ്പോഴാണ് CPM അടപടലം 3G ആയത്. ഇപ്പോൾ കേരളത്തില് BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇവര് പേടിച്ചിട്ട് കേരളത്തിലേക്ക് വന്ന് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഈ പ്രീണനം കാരണം IS പോലുള്ള ഭീകര സംഘടനകളുടെയും ഒക്കെ വേരുകൾ ഇവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ബംഗാളിലും ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ബംഗാളിൽ ഇപ്പോൾ ഒരു പേടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രാമനവമി പൊതു അവധിയായിട്ട് ഇന്നലെ കഴിഞ്ഞ വർഷമൊക്കെ രാമനവമി ഘോഷയാത്ര നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ആക്രമിച്ചതാണ്. പിന്നെ ജയ് ശ്രീറാം എവിടെ കേട്ടാലും ഇവർ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു. കാരണം ഇവര് മോദി ഉള്ള ഒരു വേദിയിൽ ബംഗാളിൽ അവർ ഇറങ്ങിപ്പോയി. കാരണം BJP പ്രവർത്തകർ വന്ന് ജയ് ശ്രീറാം മുഴക്കുമല്ലോ ഇവരെ കാണുന്നിടത്ത്. ഗോവയിൽ, അസമിൽ മറ്റേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ അവിടെയൊക്കെ ഈ ജയ് ശ്രീറാം വിളി കേട്ടിട്ട് ഇവർ ഇറങ്ങിപ്പോയതാണ് മമതാ ബാനർജി. എന്നിട്ടിപ്പോൾ ഈ രാമനവമി അവധി പ്രഖ്യാപിച്ചു. അതെ. അപ്പോൾ പലതരത്തിൽ ഇവർക്ക് ഈ ഷൈസോഫ്രീനിയ എന്ന് പറയുമല്ലോ, ഇരട്ട വ്യക്തിത്വം. ചില സമയത്ത് ഇവർക്ക് ഹിന്ദു ആകണമെന്ന് തോന്നും, ചിലപ്പോൾ കപട മതേതരവാദിയാണെന്നും തോന്നും. അതുകൊണ്ടാണ് ഈ പല ഭാഷകളും മറുഭാഷയിലൊക്കെ സംസാരിക്കുന്നത്. സൈദ്ധാന്തികരായ സുനിൽ പിള്ളയുടെ ഒക്കെ ചില സമയത്ത് മിണ്ടായിരിക്കുമല്ലോ. അടിമപ്പണി ചെയ്ത് ഇങ്ങനെ ഞാൻ അതാണോ ഇതാണോ എന്നൊക്കെ ഒരു സംശയം വന്നിരിക്കുകയാണ് ഇപ്പൊ. എനിക്കാണോ ഭ്രാന്ത് നാട്ടുകാർക്ക് മുഴുവനാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അതെ, സാർത്രൊക്കെ പണ്ട് പറഞ്ഞിരുന്ന അസ്തിത്വ പ്രശ്നമുണ്ടല്ലോ, ഞാൻ ശരിക്കും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ സംശയമൊക്കെ ബാധിച്ച് ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ എല്ലാവരും. ബ്രഹ്മസത്യം ജഗന്നിത്യം എന്തൊക്കെയാണെന്നൊരു പിടി. അല്ല സാർ, നമുക്ക് വിഷയത്തിലേക്കൊന്ന് തിരിച്ചു വരാം. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഈ നിയമത്തിൽ വലിയ അനീതി ഉണ്ടെന്നാണ് പൊതുവെ ഇപ്പോൾ പറയുന്നത്. പണ്ടത്തെ പോലെ ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ തിരിച്ച് പാകിസ്ഥാനിൽ വിടാനുള്ളതല്ല. പക്ഷേ ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നതിന് മതം ഒരു മാനദണ്ഡമായിരുന്നില്ല. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഹിന്ദു, ക്രിസ്ത്യൻ, ജൈൻ, സിഖ്, ബുദ്ധ പാഴ്സി മതങ്ങളിൽപ്പെട്ടവർക്കാണ് ഇവിടെ നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പോകുന്നത്. അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവിടുത്തെ മതപീഡനം കൊണ്ട് ജീവരക്ഷാർത്ഥം ഓടി വന്ന് തെരുവിൽ കഴിയുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ഇത്രയും അഭയാർത്ഥികൾ. അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് മാത്രം കൊടുക്കുന്നത് ശരിയല്ല, ഭരണഘടനാ വിരുദ്ധമാണ്, മതേതരത്വത്തിനെതിരെ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾക്ക് നമ്മൾ എന്തിനാ പൗരത്വം കൊടുക്കുന്നത്? പക്ഷേ പാകിസ്ഥാനിലെ 2 തരം മുസ്ലിങ്ങൾക്ക് കൊടുക്കാം എന്നൊരു വാദമുണ്ട്. അത് തരക്കേടില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവിടുത്തെ ഷിയാകൾക്കും അഹമ്മദിയാകൾക്കും അവിടെ ജീവിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് അവര് ശരിയായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, ഈ ഷിയകളും സുന്നികളും തമ്മിൽ യുദ്ധം ചെയ്ത 2 രാജ്യങ്ങളായിരുന്നു ഇറാനും ഇറാഖും. അതെ. അപ്പോൾ ഭൂരിപക്ഷം ഉള്ളിടത്ത് ഷിയ ഒട്ടും മോശമൊന്നുമല്ല. ഷിയ ഒട്ടും മോശമല്ല. അപ്പോൾ ഷിയ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ എണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനായിരിക്കും അടുത്ത ദിവസം നമ്മുടെ രാജ്യത്ത് ബോംബ് പൊട്ടിക്കുന്നത്. മറ്റേ മലപ്പുറത്ത് സൈലന്റ് ആയിട്ട് വളർന്നു വരുന്നുണ്ട്. വളരെ ചുരുക്കം ചില വിഭാഗങ്ങൾ അവര് ഷിയ ആണെന്ന് അറിയിക്കാതെ ജീവിക്കുന്നുണ്ട്. അവര് പ്രസാധന സ്ഥാപനമുണ്ട്, 32 പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതെ, ഞാൻ ഈയിടെ വായിച്ചു ഒരാളുടെ ഒരു സ്റ്റോറി കണ്ടിരുന്നു.
ഇറാൻ ഫണ്ട് ചെയ്യാനും തയ്യാറാണ്. അതെ അതെ. അപ്പോൾ ഷിയകളായതുകൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ വന്നാൽ ഇവൻ ലോകത്ത് എമ്പാടും ചെയ്ത അതേ പണി ഇവിടെ ചെയ്യും. സുനിൽ എന്നോട് ചോദിച്ചപ്പോൾ ആ ഷിയകളെയും അഹമ്മദിയകളെയാണോ ഉദ്ദേശിച്ചത് അതോ വേറെ ആളുകൾക്ക് കൊടുക്കണം? ആയിരിക്കാം. ഇവർ പറയുന്നത് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ശരിയായില്ലെന്നാ പറയുന്നത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾക്കും ഇന്ത്യ പൗരത്വം കൊടുക്കണം. അത് പറയുന്ന ആളുകൾ ഷിയകളെ അഹമ്മദിയകളെയും ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. അത് അല്ല, അവർ സുന്നികളെ ഉദ്ദേശിച്ചിട്ട്. അതാണ് എന്തിനാണ് അവർക്ക് കാരണം ഇവിടുത്തെ സുന്നികൾ ഷിയയും അഹമ്മദിയും ചോദിച്ചു വാങ്ങിച്ച രാജ്യമാണ് പാകിസ്ഥാൻ അല്ലേ? അത് പിന്നീട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വിഭജനം. പിന്നെ എന്തിനാ അവിടെ ഉള്ളവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കണം എന്ന് പറയുന്നത്? ഒരു കാരണവശാലും പാടില്ല. CPM പറയുന്നതാണ്, മുസ്ലിം സംഘടനകൾ പറയുന്നതാണ്, ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും മാത്രം കൊടുക്കുന്നത് ശരിയല്ല. അത് നമ്മൾ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ മോദിയും BJP ഒക്കെ കാണുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഭാഗം ഈ POK എന്ന് പറയുന്ന ഭാഗം ഇന്ത്യയുടെ ഭാഗമാകുമല്ലോ എന്നൊക്കെയാണ് കാശ്മീർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ പോലും നമ്മൾ അഫ്ഗാനിസ്ഥാനെ അയൽ രാജ്യമായി കണക്കാക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന POK നമ്മുടേതായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാവുന്നത്. പിന്നെ ഒരു ഭാഗത്ത് സുനിലെ ഈ അടുത്ത കാലത്ത് മറ്റേ ഒരു ടെലഗ്രാം എന്ന് പറഞ്ഞ പുസ്തകം, ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചപ്പോഴാണ് ശരിക്കും എൻ്റെ കണ്ണ് തുറന്നത്. അതായത് കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ ഹിന്ദു വംശഹത്യകൾ നടന്നതിൻ്റെ വിവരണം. അല്ല, 23% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് 1.5% ഉള്ളൂ പാകിസ്ഥാനിൽ. ഈ കിഴക്കൻ മറ്റേത് ബംഗാളിനോട് ചേർന്ന് ഇന്ത്യയിൽ 1.5 ഉണ്ടായിരുന്നപ്പോൾ 23%, 25% ആയി. അവിടെ ഹിന്ദു വംശഹത്യകളാണ് നടന്നിരുന്നത്. അങ്ങനെയാണ് 1971 യുദ്ധം നടക്കുന്നത്. ആ വംശഹത്യകൾ നടന്നിരുന്നു എന്നുള്ളത് അന്നത്തെ പ്രസിഡന്റ് നിക്സനും സഹായി കിസിഞ്ചർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അവർ മറ്റേ യാഹ്യ ഖാൻ മറ്റേ പ്രസിഡന്റ് കൂടെ നിന്ന് ചൈനയുമായിട്ട് ചങ്ങാത്തത്തിലായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമായതുകൊണ്ടും ഉണ്ടായിരുന്നതാണ് എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വംശഹത്യ കാരണം കുറേ ആളുകൾ പലായനം ചെയ്ത് ഹിന്ദുക്കൾ ബംഗാളിലേക്ക് പോകുന്നു, അഭയാർത്ഥികളൊക്കെ ആയിട്ട്. വേറൊരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടു. വേറെ രാഷ്ട്രങ്ങളും അവിടെ ബലൂചിസ്ഥാനും ഒക്കെ വരുമായിരിക്കും പാകിസ്ഥാനിൽ. അങ്ങനെയൊക്കെ അത് നിന്ന് പോകുന്നതാണല്ലോ അതിൻ്റെ ശരി. ഒക്കെ നമ്മുടെ ഭാഗത്ത് ചേരുന്നതും അത് വലിയ ബ്ലഡ് ഷെഡ് ഇല്ലാതെയൊക്കെ നടക്കുന്നതാണ് പറയുന്നത്. കാരണം കുത്തുവാള എടുത്തിരിക്കുകയാണ് രാഷ്ട്രം നിലയ്ക്ക്. അല്ലാതെ അവിടുത്തെ കാർക്ക് വേണ്ടി നമ്മൾ അതിർത്തികൾ തുറക്കേണ്ട ഒരു കാര്യമില്ല. ഏതായാലും CAA വരും, പൗരത്വ ഭേദഗതി ബില്ല് ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നടപ്പാക്കുമെന്ന് ഞാൻ ഉറപ്പായി കഴിഞ്ഞു. അതൊരു വാക്കാണ്. ആ വാക്ക് പാലിക്കപ്പെടുമായിരിക്കും. വരുന്ന 1-2 ദിവസത്തിന്, ഒരുപക്ഷെ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമോ നടപ്പാക്കപ്പെടും. പക്ഷേ എനിക്കൊരു സംശയം സാർ, അതൊരു ജനറൽ ക്വസ്റ്റ്യനാണ്. കാരണം അങ്ങേപോലെ പരന്ന വായനയുള്ള എക്സ്പീരിയൻസിൽ വളരെ സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. കാരണം നമുക്കറിയാം ലോകത്തെ പല രാജ്യങ്ങളിലും അഭയാർത്ഥി പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് യുദ്ധത്തിൻ്റെ കെടുതികൾ മുഴുവനുള്ളത്. ഗൾഫ് രാജ്യങ്ങൾ ഒഴികെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും കൂട്ടക്കൊലയാണ് ദിവസവും നടക്കുന്നത്. ജീവിക്കാൻ മനുഷ്യൻ നിവൃത്തിയില്ല. അവിടുന്ന് മുസ്ലിങ്ങൾ തന്നെ ജീവൻ വാരി പിടിച്ച് അഭയാർത്ഥികളായി ഓടുകയാണ്. പലയിടത്തായിട്ട് ഇങ്ങനെ തെരുവിലും വഴിയോരത്തുമൊക്കെ നടക്കുന്നു. ചിലരൊക്കെ കപ്പൽ കടന്ന് ചങ്ങാടത്തിൽ പോകുന്നു, ബോട്ട് മുങ്ങി മരിക്കുന്നു, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സാർ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമാധാനം നിറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ ഈ മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത്? അല്ല, അവർ മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂതന്മാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിക്കോട്ടെ. എന്നാലും ഈ മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ ഊറ്റം കൊള്ളാറുണ്ടല്ലോ. ആ സൗദി ഗൾഫ് മേഖലയാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, മരുഭൂമിയാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്. ഇവരെയൊക്കെ പോറ്റി വളർത്തി ഗൾഫ് രാജ്യങ്ങൾക്ക് സംരക്ഷിച്ചുകൂടെ? അവർക്ക് ചെയ്യാമായിരുന്നു. ഇന്ത്യ ഈ പറഞ്ഞ പോലെ സുന്നികളെ മുഴുവൻ ഇങ്ങോട്ട് എടുക്കണം എന്ന് പറയുന്നതിന് പകരം ഗൾഫ് രാഷ്ട്രങ്ങൾ എടുക്കട്ടെ എന്ന് പറയാമായിരുന്നു. പക്ഷെ അവർ പലസ്തീനെ മറ്റേ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഹമാസിന്റെ കൂടെ നിൽക്കാനായിട്ട് 1-2 രാജ്യമല്ലേ ഉള്ളൂ. ചെറിയ തോതിലൊക്കെ ഖത്തറൊക്കെ പറയുന്നു എന്നല്ലാതെ കൂട്ടത്തിലും ഇല്ല. ഇവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വേണേ അനുഭവിച്ചോ. അതായത് രാജ്യാന്തര നയതന്ത്രം എന്ന് പറയുമല്ലോ, ഡിപ്ലോമസി. സുനിൽ പറയുന്നതിൻ്റെ ഉത്തരവാണ്. ഡിപ്ലോമസി എന്ന് പറയുന്ന സംഭവം വേറെയാണ്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ കച്ചവടം
എങ്ങനെയാണ്? പണമുള്ള രാജ്യങ്ങളുമായിട്ടല്ലേ ഗൾഫ് രാജ്യങ്ങൾക്ക് പറ്റുള്ളൂ. അതെ, അതാണ് സൗദിയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ കേട്ടതല്ലേ ഇസ്രായേൽ നടത്താൻ പോകുന്നത്. ഇസ്രായേലിനെ അവർ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കുകയാണ്. അതിനൊരു തടസ്സമായിട്ടാണ് ഈ ഹമാസിന്റെ ആക്രമണം വന്നത്. പക്ഷെ അത് നടക്കുമല്ലോ. എന്തായാലും ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധത്തിനാണ് സൗദി തയ്യാറാവുന്നത്. രാജ്യാന്തര സഖ്യങ്ങള്, രാജ്യാന്തര സമ്മർദ്ദങ്ങൾ ഒക്കെ അങ്ങനെയാണ്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ഒരു കാലത്ത് ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇടതുപക്ഷക്കാരും ഒക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടു, ആ റോഹിംഗ്യൻ മുസ്ലിംസ് ജീവിക്കാൻ നിവൃത്തിയില്ല, നരകയാതന അനുഭവിക്കുകയാണ് എന്തൊക്കെ, നമ്മൾ അതുകൊണ്ട് അവരെ പൗരന്മാരാക്കണമെന്നൊക്കെ ഇവിടെ കുറേ ആളുകൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവരെ ഒന്ന് സ്വീകരിക്കണമെന്ന് സൗദി അറേബ്യയോടോ ഏത് ഗൾഫ് ദുബായ് UAE-യോടോ ഇവർക്കൊന്ന് പറഞ്ഞാൽ പോരെ? സ്വന്തം ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ചിലപ്പോൾ അവിടെ നിന്നിട്ട് പറയും ഞങ്ങളുടെ രാജ്യമാണ് ഇസ്ലാമിക രാജ്യം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഊറ്റം കൊള്ളുന്ന ചില മലയാളികളുണ്ട്. അവർക്കാണെങ്കിലും പറയാമല്ലോ, ഈ റോഹിംഗ്യൻ 10-30,000 പേരേ ഉള്ളൂ, മരുഭൂമി വല്ല ടെൻറ്റും അടിച്ച് താമസിപ്പിക്കാമല്ലോ. അതെ, CAA-യുടെ അകത്ത് നമ്മൾ പറയുന്ന ഈ രാഷ്ട്രങ്ങൾ 3 അത് ഇസ്ലാം ഔദ്യോഗിക മതമാക്കിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഇസ്ലാം ഔദ്യോഗിക മതമാക്കിയ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ പെർസിക്യൂഷൻ ഉണ്ടല്ലോ, ഹിന്ദുക്കള് ഇങ്ങനെ ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, സിഖുകാര്, ജൈനമതക്കാര്, ബുദ്ധമതക്കാര്, പിന്നെ പാഴ്സികളും, അവരുടെ ദേവാലയങ്ങളൊക്കെ മറ്റവർക്കൊന്നും അങ്ങനെ ഇല്ല. ഹിന്ദുക്കൾക്ക് കുറച്ച് ദേവാലയങ്ങളൊക്കെ ഉണ്ട്, രാമക്ഷേത്രങ്ങൾ 4-5 ഒക്കെ ഉണ്ട്. ഇതൊക്കെ പലപ്പോഴും ആക്രമിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, മാനഭംഗപ്പെടുന്നു, റേപ്പ് ചെയ്യുന്ന വെച്ചാൽ അവര് അങ്ങനെ മുസ്ലിം കുട്ടികളുണ്ടായി ഈ വംശം ഇല്ലാതാവണം, ബലമായി വിവാഹം ചെയ്യുന്നു. യസീദികളുടെ നമ്മൾ കാണുന്നില്ലേ, യസീദികളെ കൂട്ടക്കൊല ചെയ്യുന്നത്. പിന്നെ അതുപോലെ ക്രൈസ്തവര്, അവരുടെ രാജ്യാന്തര സംഘടനകളും ഒക്കെ അവർക്കും ഈ ഭീതിയുണ്ട്. അവരുടെ കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇസ്ലാം മത നിയമങ്ങൾ, ശരീഅത്ത്, ഇങ്ങനെയൊക്കെയാണല്ലോ അവിടെ. അല്ല, ഈ CAA വഴി മോദി സർക്കാർ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ലായിരുന്നു. അവരെ മുഴുവൻ ജൈനന്മാരെ എല്ലാവരെയും പാഴ്സികളെ, ബുദ്ധമതക്കാരും ജൈനമതക്കാരുമാണ് ഹിന്ദുമതത്തിൽ പോയതാണ്. അവാന്തര വിഭാഗമായിട്ട് കാണാം. ബുദ്ധനെ ദശാവതാരങ്ങളിലാണല്ലോ നമ്മൾ കണക്കുകൂട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ ഭാഗം തന്നെയാണ് അത് 3. ഞാൻ അതാ പറഞ്ഞത്, അത് 3 ഇസ്ലാമിക രാഷ്ട്രങ്ങളായതുകൊണ്ട്, ഔദ്യോഗിക മതം ഇസ്ലാം ആയതുകൊണ്ട് നമ്മളായിട്ട് കയറി ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ അകത്ത് സംരക്ഷണത്തിന്റെ കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ള മതന്യൂനപക്ഷങ്ങളെ നമ്മൾ 2014 വരെ കുടിയേറിയവരെയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ വരാമെന്നല്ല നമ്മൾ നിയമത്തിൽ പറയുന്നത്. ഭാവിയിൽ വേറെ അല്ലാതെ ഈ നിയമം ഇല്ലാതെ തന്നെ ആളുകൾക്ക് വേണേ പൗരത്വം സ്വീകരിക്കാൻ നിയമാനുസൃതമായ വേറെ വഴികളൊക്കെ ഉണ്ട്. അഭയം തേടുകയൊക്കെ, പിന്നെ അഭയം തേടുകയൊക്കെ ചെയ്യും. വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അഭയം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും മോദി സർക്കാർ കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് അവരുടെ വാഗ്ദാനങ്ങളിലെ ശേഷിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലുകളോടി നടപ്പാക്കി തൻ്റെ ഇടവും ആർജവും കാണിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ പ്രബലമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ചോദ്യമുണ്ട്, ഇത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞ ചില കൂട്ടരും അത് കേട്ട് നമുക്ക് ചിരിക്കാനല്ലേ പറ്റൂ. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന നിരക്ഷരായ ഒരുപാട് ആളുകളെ പറ്റിക്കാവുന്നല്ലാണ്ട് ചില സമുദായങ്ങളിൽ അത്ര ആളുകളുടെ മൊല്ലമാര് പറയുന്നതൊക്കെ കേട്ട് നടക്കുന്നവരും. പിണറായി വിജയൻ ഈ പറയുന്ന ഈ വിഡ്ഢിത്തമോർത്ത് നമുക്ക് ചിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.